മാധവൻ ലോകകപ്പിലേക്ക്. ആ ലോകകപ്പിലേക്ക്. ചക്ക ഓട്ടോറിക്ഷ പിടിച്ചു വരണ. ഇങ്ങോട്ട് ഇറങ്ങടി മോളെ. ഞങ്ങൾ രണ്ടുപേരല്ലേ നിന്റെ കുന്നാട്ടത്തിൽ കയറിയിരുന്നുള്ളൂ. നിങ്ങൾ രണ്ടുപേര് മാത്രമല്ലോ, കൂടെ ഒരു ഫുൾ പ്ലാവൂലേ, അപ്പൊ 35 ആവും. അഗ്രികൾച്ചറിൽ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അയ്യോ കൃഷിഭവനിൽ നിന്നാണെന്ന് ചോദിച്ചതാ. അല്ല, ഞാൻ ചക്കാന്തരേന്ന ചന്ദ്രന്റെ അമ്മായിയാ. അതാ ചക്കയും കൊണ്ട് വന്നതല്ലേ. പണ്ടേക്കും പണ്ടേ ചക്കാന്തരയിലെ അമ്മായിയുടെ ചക്ക ചന്ദ്രനൊരു വീക്കൻസാ. ഇതേതാ ഈ വീക്കെൻഡ്സ് മകളാ? അതെ, ചന്ദ്രന്റെ മുറപ്പെണ്ണ, പേര് നീലിമ. എന്നാ പിന്നെ ഉജാലാന്നിടായിരുന്നില്ലേ? ഗൾഫുകാരനാണോന്നാ? 2 ആഴ്ച കൂടി കഴിഞ്ഞാ ഞാൻ അവിടുത്തെ ഷെയ്ക്കാ. എന്നാ ഓട്ടോന്റെ കാശ് കൊടുത്തേ വാ മോളെ. വേഗം ഇങ്ങോട്ട് വാ. ചക്കന്തറയിലെ അമ്മായി എന്തേ വരാൻ വൈകിയത്? ഒന്നും പറയണ്ടല്ലേ ലക്ഷ്മിയെടുത്തിയെ. ചന്ദ്രൻ വന്നു അറിഞ്ഞപ്പോ തുടങ്ങിയതാ ഈ പെണ്ണ്. ഇക്കിന്റെ ചന്ദ്രേട്ടനെ കാണണം, ഇക്കിന്റെ ചന്ദ്രേട്ടനെ കാണണം എന്നും പറഞ്ഞ കയറ് പൊട്ടിക്കുക. പക്ഷെ എന്താ ചെയ്യ, ഈ ചക്കയൊന്നും മൂത്ത് കിട്ടണ്ടേ? അതെ, ചന്ദ്രേട്ടൻ എന്തിയ അമ്മായി? അവിടെയുണ്ട്. ഞാൻ എന്താ ഈ കാണുന്നത്? എന്റെ മോനാകെ അങ്ങ് വാടിപ്പോയല്ലോ. നീ എന്താടി അന്യനെ നോക്കണത് പോലെ വാ പൊളിച്ച് നിക്കണത്? ഈ തേനിലിച്ചൊക്കെ ചന്ദ്രനോട് കൊടുക്ക്. അവളിപ്പോ നോക്കുന്നത് നിന്നെയാണോ എന്നെയാണോ? അവളിപ്പോ നോക്കുന്നത് നമ്മൾ രണ്ടുപേരെ അല്ല, അവളുടെ ഭാവിയിലേക്കാ. നോക്കി നിൽക്കാ നീ ആ തേനുലി. അല്ല ഏട്ടാ, അത് ഏട്ടന്റെ ചക്ക. ഇവിടെ ചക്കയ്ക്ക് എന്ത് ഏട്ടനും അനിയനും ഒന്നുമില്ലല്ലോ. നമ്മളൊക്കെ ഒരു ചോരയല്ലടാ. ദേ ചക്കമ്മയുടെ നീലമ കൂടി ആ ചക്കയും കൊടുത്തേ കൊടുത്തേ കൊടുത്തേ. നീ ഇങ്ങോട്ട് വന്നേ. അമ്മായിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാം. കാണാൻ സുന്ദരൻ, കൈ നിറയെ കാശുണ്ട്, പിന്നെ പെണ്ണ് കെട്ടാനാണെന്നും പറഞ്ഞ് വീടായ വീടൊക്കെ കയറി ഇറങ്ങി ഈ പൂ പോലുള്ള മുഖം വെയില് കൊള്ളിച്ച് വാടിക്കേണ്ട വല്ല കാര്യം. ഇപ്പൊ എങ്ങനെയാ ഞാൻ പറഞ്ഞത്? നീ പറഞ്ഞതാ? അതെ, ഞാൻ പറഞ്ഞ തന്നെ. മുറപ്പെണ്ണായിട്ട് ഒരാൾ ഇവിടെ ഏട്ടന് വേണ്ടി പുര നിറഞ്ഞു നിൽക്കുമ്പോ പെണ്ണ് അന്വേഷിച്ച് പുറമെ പോണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലേ. അപ്പോഴൊക്കെ ഏട്ടൻ എന്താ പറഞ്ഞത്? അമ്മായിക്ക് അത് ഇഷ്ടാവില്ല. എന്നിട്ട് ഇപ്പൊ എന്തായി? കൺമുമ്പിൽ കൊണ്ട് എത്തിച്ചു തന്നില്ലേ ഈശ്വരൻ? ഇത്രയും വിശാല മനസ്കായ ഒരു അമ്മായിയും ഇത്രയും വിശാലായിട്ടുള്ള ഒരു മോളും വേറെ എവിടെ കിട്ടു ഏട്ടാ? ഒന്ന് അങ്ങോട്ട് ചേർന്ന് നിന്നേ എന്റെ ഏട്ടത്തിയമ്മേ. എന്തൊരു ചേർച്ച! ഇത്തവണത്തെ ജോഡിക്കുള്ള മാതൃഭൂമി മെഡിമിക്സ് അവാർഡ് എപ്പ കിട്ടിയെന്ന് ചോദിച്ചാ മതി. നീ ഇങ്ങനെ പോയാലേ അധികം താമസിയാതെ എന്റെ എന്തെങ്കിലും അവാർഡ് മേടിക്കും. അപ്പൊ ചക്കമായി, നമുക്കൊരു കാര്യം ചെയ്യാം. അധികം വൈകാതെ ഇവളുടെ കല്യാണം നടത്താം. അതിന്റെ ഫുൾ ചെലവ് ഞാൻ എടുത്തോളാം. ഞാൻ തിരിച്ചു പോകും മുമ്പ് ഇവൾക്ക് വേണ്ടി ഒരാളെ കണ്ടെത്തണം. അതിന്റെ ഉത്തരവാദിത്തം ഞാൻ നിന്നെയും കൂടെ ഏൽപ്പിക്കുക. അമ്മായി മൂഡ് ഓഫ് ആകണ്ട. ചേരേണ്ടത് ചേരുമ്പോഴേ കാര്യങ്ങളൊക്കെ ഉഷാറാകൂ. അത് ശരി. അപ്പൊ അതാണ് കാര്യം. ഹൈ ബിപിയും അണീബിയും ഒരുമിച്ച് ആക്രമിച്ചൊരു ദുർബല നിമിഷത്തിൽ അറിയാതെ പറ്റിപ്പോയൊരു കയ്യബദ്ധമാണ് ഇന്ന് ആ വയറിളകിപ്പോയത് അല്ലേ? ഒരു കൊച്ചു തിരുമറി, ഒരു ഗോഡൌൺ തിരുമറി. ആ തിരുമറി പിള്ളേരെല്ലാരും കൂടി ഇങ്ങനെ സംഘം ചേർന്നിരുന്ന് തൂറി മറിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല സുലൈമാനെ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ചന്ദ്രനളിയൻ വരുന്നു എന്നറിഞ്ഞപ്പോ ആ വരവെന്ന് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ നെട്ടോട്ട് ഓടിയത് എനിക്ക് ചന്ദ്രനളിയന്റെ പ്രസൻസിൽ ഇങ്ങനെ ഒരു വയറിളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു. അവിടെ ഇരിക്കട്ടെ. എന്താ വേണ്ടേ? പെങ്ങളെ കെട്ടിയവനെ വെറും ഒരു അളിയനായി കാണുന്നവനല്ല ചന്ദ്രേട്ടൻ. ആ മനസ്സ് എനിക്കറിയാം. അതറിയാവുന്നത് കൊണ്ടാണ് നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചാണല്ലോ. ഇനി ഞാൻ അത് എടുത്തോട്ടെ. നേർച്ച വരിച്ചത് കഴിച്ചു. നീ വന്നത് പേര് അന്വേഷിച്ചല്ലേ? ആ ചന്തി പറയുന്ന പേര്. എന്തൊക്കെ ത്യാഗം സഹിച്ചും ഞാൻ നിന്റെ കൂടെ നിൽക്കും. ഇപ്പൊ ഞാൻ വേറിട്ട് നിൽക്കുക. ആ പേര് തിരിച്ചു പിടിക്കാൻ നീ എന്നെ സഹായിക്കും. ഇപ്പൊ ഈ വീറൊന്ന് അകത്താക്കാൻ അളിയൻ എന്നെ സഹായിക്കോ? ഒരു സുലൈമാനുമില്ല. വേരി ഫോർ ഈച്ചതാ സുലൈമാനെ. നീ പറഞ്ഞ അവൻ കേക്കും. ചന്ദ്രേട്ടന്റെ ചെവിക്ക് കുഴപ്പമില്ലാത്ത കൊണ്ട് ഞാനല്ല ഏത് പൊട്ടം പറഞ്ഞാലും ചന്ദ്രേട്ടൻ കേൾക്കും. പക്ഷെ വിഷയം തിരിമറിയായതുകൊണ്ട് തിരിച്ചിങ്ങോട്ട് പറയുന്നത് എന്താണെന്ന് കേട്ടാലേ പറയാൻ പറ്റൂ. ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്റെ ബിപി കൂട്ടി വീണ്ടും വീണ്ടും ഹണിബി അടുപ്പിക്കാതടാ. കാര്യം അവനാണ് തീറ്റിപ്പോറ്റുന്നതെങ്കിലും 3 പെമ്പിള്ളേരുടെ അച്ഛനാടാ ഞാൻ. അതൊക്കെ ഓർമ്മയുണ്ടല്ലേ? ഈ പ്രശ്നത്തിന്റെ പേരിൽ അളിയൻ എനിക്കെതിരെ എന്തെങ്കിലും ശിക്ഷാ നടപടി എടുത്താൽ പിന്നെയും വനാത്തൊടി മാധവൻ മാനം നോക്കി കാലം കഴിക്കേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ടാ അളിയൻ ഈ വൃത്തിയായിട്ട് പണി കാണിച്ചത്? മക്കളെ കെട്ടിച്ചേക്കാൻ വേണ്ടിട്ടോ?
സ്കൂളിന്റെ മേലധികാരിയാണെന്ന് പറഞ്ഞ് നടക്കുന്നത് നന്നാക്കാനല്ല നശിപ്പിക്കാനാണെന്ന് ഇപ്പൊ മനസ്സിലായി. ചേച്ചി അവിടെ ഹെഡ് മിസ്ട്രസ് ആയിട്ടിരിക്കുമ്പോ ഇതുപോലെ ഒരു നാറിയ പണി അളിയൻ കാണിച്ചത് അത് അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റും. ഇതൊക്കെ പിന്നെയും പറഞ്ഞ് അവളെ വിഷമിപ്പിക്കുന്ന എന്തിനാ? അവൾ അറിഞ്ഞിട്ടാണ് അവൻ ഈ തോന്നിയാസം ചെയ്തത്. അറിയണം അമ്മേ, അല്ലെങ്കിൽ ഇതുപോലൊക്കെ സംഭവിക്കുമ്പോഴേ അറിയൂ. ഏട്ടൻ ഇങ്ങോട്ട് വരുന്നു അറിഞ്ഞപ്പോ എന്തായിരുന്നു അളിയന്റെ വെപ്രാളം ഇപ്പോഴല്ലേ മനസ്സിലായത്? കള്ളത്തരം. ഛേ, ഉച്ചക്കഞ്ഞിക്കുള്ള അരിയില് പൂഴി വാരിട്ടിട്ടാണോ സമ്പാദിക്കുന്നത്? ഏട്ടന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ മുക്കാലി കെട്ടിട്ട് തല്ലിയേനെ. ഗണേശ മതി പറഞ്ഞത്. ആ അതാ കുഴപ്പം. ഏട്ടൻ തന്നെയാ അളിയന് വളം വെച്ച് കൊടുക്കുന്നത്. ആ ദാ വരുന്നുണ്ട് അരിക്കള്ളൻ അളിയൻ. മാപ്പാക്കണം. ഒരു തവണ, ഒരേ ഒരു തവണ മാപ്പാക്കണം. എവിടെ? ഇങ്ങോട്ടാ. ചന്ദ്രേട്ടാ, 8-10 അബദ്ധങ്ങൾ ഏത് മന്ദബുദ്ധിക്കും സംഭവിക്കുന്നു ചന്ദ്രേട്ടൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്? അതിലൊരു 10ാമത്തെ അബദ്ധമായിട്ട് ഈ അളി വേണ്ടല്ലേ? ഞാൻ പറയില്ലെന്ന് പറഞ്ഞതാ. പ്ലീസ് അലിയ, അറിഞ്ഞോണ്ട് ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയതാണ്. വേണം ഞാൻ നിന്റെ കാല് പിടിക്കാം. എന്താ ഇത്? വേണ്ട. അവനവന്റെ നിലയും വിലയും മറന്ന് അരുതാത്ത എന്തെങ്കിലും ചെയ്തു പോയാൽ പിന്നെയുള്ള കാലം മറ്റുള്ളവരുടെ കാൽച്ചുവട്ടിലായി പോവും ജീവിതം. ചന്ദ്രൻ സ്നേഹിക്കുന്നവർക്ക് ആർക്കും അങ്ങനെ ഒരു ഗതികേട് ഉണ്ടാവരുത് എന്നൊരു പ്രാർത്ഥനയുണ്ട് മനസ്സിൽ. അതിനൊക്കെ വേണ്ടിട്ട് തന്നെ അക്കരെ പോയി കഷ്ടപ്പെടുന്നതും. മറന്നു പോയെങ്കിൽ ഓർമ്മിപ്പിക്കുക. ഈ നിൽക്കണ മല്ലികയെ അളിയനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാ അച്ഛൻ ആ LP സ്കൂളിന്റെ പ്രമാണം ബ്ലേഡ് വർക്കിക്ക് പണയപ്പെടുത്തിയത്. അതിങ്ങോട്ട് തിരിച്ചെടുക്കാൻ ഗതികെട്ടപ്പോ ആ സ്കൂളിന്റെ ഉത്തരത്തിൽ തന്നെ കെട്ടിത്തൂങ്ങി അച്ഛൻ ജീവൻ ഒടുക്കി. അതോടെ അച്ഛനും പോയി, സ്കൂളും പോയി. അങ്ങനെയുള്ള ഒരു അച്ഛന്റെ പേരിൽ തുടങ്ങിയ സ്കൂളാ അത്. അതിനെന്ത് മാനക്കേടുണ്ടായാലും കളങ്കപ്പെടുന്നത് മരിച്ചുപോയ അച്ഛന്റെ സൽപ്പേരാ. അളിയനെ ഞാൻ കാണുന്നത് ഏട്ടന്റെ സ്ഥാനത്താ, ഈ കുടുംബത്തിലെ വലിയേട്ടൻ. അങ്ങനെയുള്ള ഒരു ഏട്ടന്റെ അടുത്തുനിന്ന് ഇങ്ങനെയുള്ള മാനക്കേടുണ്ടായാൽ അത് സങ്കടം ഉണ്ടാക്കും. ചന്ദ്ര, ഞാൻ കാരണം നീ സങ്കടപ്പെട്ട പിന്നെ ഈ അളിയൻ വട്ടപ്പൂജ്യ. ആരെയും മാനം കെടുത്താനോ കളങ്കപ്പെടുത്താനോ വേണ്ടി ചെയ്തതല്ല. ഒരു നിമിഷം ഞാൻ നീയായിപ്പോയി. ആ റേഷൻ കടക്കാരൻ വേലായുധൻ അരി മറിച്ച് വിൽക്കുന്ന കാര്യം ആരോ ഒറ്റിക്കൊടുത്തപ്പോ ഇൻസ്പെക്ഷൻ ആള് വന്നു. പെട്ടെന്ന് സ്റ്റോക്ക് ഫില്ല് ചെയ്യാൻ വേറെ മാർഗമൊന്നും ഇല്ലാതായപ്പോ അവൻ എൻ്റെ അടുത്ത് ഓടി വന്ന് ഈ കാര്യം പറഞ്ഞു. ഇല്ലെങ്കിൽ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യും മാധവേട്ടാന്ന് പറഞ്ഞു. എന്നെപ്പോലെ തന്നെ 3-4 പെമ്മക്കളുള്ളവനാ. അവൻ എൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞപ്പോ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി നമ്മുടെ ഗോഡൌണിൽ നിന്ന് ഒരു ലോഡ് അരിയെടുത്ത് കൊടുത്തു. ഒരാഴ്ചക്കകം തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ പോയത്. പക്ഷെ പെട്ടെന്ന് നീ വന്നപ്പോ ആ ഒരു വെപ്രാളത്തിൽ അവൻ തിരിച്ചു തന്ന അരി ഓൾഡ് സ്റ്റോക്കായി പോയി. അതാ ഉണ്ടായത്. ആരായാലും കൺമുമ്പിൽ വന്ന് കരഞ്ഞു കൈനീട്ടിയ അവരെ വെറും കൈയോടെ തിരിച്ചയക്കരുതെന്ന് നീ തന്നെയല്ലേ പറയാറ്? അല്ലാതെ അരി മറിച്ചു വിറ്റ് ജീവിക്കാൻ എനിക്കെന്ത് ഗതികേടാ ഉള്ളത്? ഞാൻ പുരമനയിൽ ചന്ദ്രന്റെ അളിയനാടാ. എന്നാ പിന്നെ ഈ കാര്യം അളിയൻ ആരോടെങ്കിലും ഒന്ന് പറയാമായിരുന്നില്ലേ? വെറുതെ എല്ലാരെ കൊണ്ട് പറയിപ്പിക്കാൻ. അല്ല, അത് പിന്നെ അങ്ങനെ പറ്റിപ്പോയി. സോറി അലി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അരി ആയാലും ആനയായാലും നോ തിരിമറി. അപ്പോഴേ കാര്യങ്ങളൊക്കെ ഒരു ഉഷാറാവും. ഇനി തുടങ്ങി ബ്ലോക്ക്. ഈ നാട് എന്നാണാവോ നന്നാവുക? ഫ്ലൈറ്റ് പോവോ? ആ വണ്ടിയുടെ പുറകെ, ആ യെല്ലോ സെന്റിന്റെ പുറകെ ഇവിടെ. ചന്തേട്ട ഫ്ലൈറ്റ് ഒക്കെ പിന്നെ ഞാൻ പറയുന്നേക്കാം. ആ വണ്ടിയുടെ പുറകെ ഇവിടെ വിടാൻ. ഇവിടെ ഇങ്ങനെ ഉരുട്ടി കളിക്കാതെ ചവിട്ടി വിടെ. ചേട്ടാ, ഇത് വലിയ വണ്ടി അടിച്ചു വിടാം. എന്റെ ശിവ ഒന്ന് വിട് ശിവ. എന്റെ ഈശ്വര, ഇതൊരു പരീക്ഷ. കണ്ട, ആ
സുമോക്കാരന്റെ തിരിക്കലുണ്ടോ? ശിവ ഒന്ന് വിടറാ. നിർത്താൻ. പോയില്ലേ? എനിക്കറിയാൻ പോകുന്നു എല്ലാം പോയില്ലേ? ചേട്ടാ ആര് പോയി? ഒന്നും പറയണ്ട. പറഞ്ഞ അനുസരിക്കാൻ പഠിക്കണം. അപ്പൊ ഓരോ ന്യായങ്ങൾ, വലിയ വണ്ടി ചെറിയ വണ്ടി, അതുകൊണ്ട് എന്താ ഉണ്ടായത്? പോയില്ലേ? ഒന്നിനെ കൊണ്ട് ഒരു ഗുണമില്ലാന്ന് വെച്ചാ ചന്ദ്രേട്ട അവൻ മാക്സിമം സ്പീഡ് മാക്സിമം മിനിമം. എനിക്കൊന്നും കേൾക്കണ്ട. നശിപ്പിച്ചു കളഞ്ഞു, അത്ര തന്നെ. ഓ, എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഏട്ടനെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഞാനും ഈ ട്രാഫിക്കിനിടയിൽ ഇത്തിരി പോകുന്ന ഒരു മൂട്ട കാറിന്റെ പിന്നില് നമ്മുടെ വലിയ വണ്ടി വെച്ച് പിടിച്ച എവിടെ കിട്ടാനാ? എവിടെ കിട്ടാതാ? ആ, ഇല്ലാത്ത ഗിയർ മുഴുവൻ ഞാൻ മാറ്റി ആഹാ. നോക്കി. എന്നിട്ട് എന്ത് ഫലം? എന്ത് ഫലം? തെറിവിളി മാത്രമല്ല, തീറ്റി പോറ്റിയതിന് ഗുണം ഉണ്ടായില്ലെന്ന് വരെ ഏട്ടൻ പറഞ്ഞു. അത് ശരി. അപ്പൊ ഈ ചേസിംഗിന്റെ ടെൻഷന്റെ ഇടയിലും ഏട്ടൻ വാസ്തവം പറഞ്ഞിട്ടുണ്ട്. ആ വാസ്തവം വസ്തുനിഷ്ഠമാകണമെങ്കിൽ ആ വാഹനത്തിൽ നീയും കൂടി വേണമായിരുന്നു. അത് തന്നെ. ഡാ ശിവ, നീ ആ കാറിന്റെ അകത്ത് ആരെങ്കിലും കണ്ടോ? എവിടെ കാണാൻ? ആ കാർ തന്നെ ഞങ്ങൾ ഒരു പ്രാവശ്യം കണ്ടുള്ളൂ. എന്ത് തന്നെ ആയിരുന്നാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ആ? ഈ കുടുംബകഥയിലെ ടർണിംഗ് പോയിന്റ് ആയിരുന്നു ആ കാറിനകത്ത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതാണ് നീ നശിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇൻവെർട്ടഡ് കോമായിട്ട് നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആയിരുന്നെങ്കിൽ ആ കാർ ചവിട്ടി വിട്ടേരെ എങ്ങോട്ട്? എയർപോർട്ടിലേക്ക്. എന്നിട്ട് അബുദാബി ചെന്ന് അവിടുത്തെ ഷെയ്ക്കുമായിട്ട് ഈ ടേണിംഗ് പോയിന്റിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്തേനെ. ഇപ്പൊ കാറിന്റെ വഴിക്കും പോയി, ഫ്ലൈറ്റിന്റെ വഴിക്കും പോയി. അളിയന്റെ അളിയിലാണ് പരിപാടിയിലുമായി. ആയല്ല? ആയില്ലേ? ആയ. ആയി. ആ മതി ചർച്ച. പിള്ളേരെല്ലാം വിശന്നിരിക്കുക. ഞാൻ പോയി അവനെ അപ്പൊ ഞങ്ങൾ വിളിച്ചിട്ട് തുടങ്ങാം. വരാം. ഇതെന്തൊരു നിപ്പാടാ. പിള്ളേരെല്ലാം അവിടെ വിശന്നിരിക്കുക. ഇതിപ്പോ ആകെ ചമ്മലായി പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങിയാ പിന്നെ മിനിമം 2 കൊല്ലമെങ്കിലും കഴിയണം. അതാ അതിന്റെ കണക്ക്. ഇപ്പൊ 2 മണിക്കൂറിനകം തിരിച്ചെത്തി. അതിനെന്താ? വേറെങ്ങോട്ടും അല്ലല്ലോ, സ്വന്തം വീട്ടിലേക്കല്ലേ. അതെ, എന്നാലും അതൊന്നും സാരമില്ല. അമ്മ ചോദിച്ചാ സത്യം പറയോ എന്റെ കുട്ടി? ഉം. ആരായിരുന്നു ആ കാറില്? അതിപ്പോ അങ്ങനെ ചോദിച്ചാ അമ്മയ്ക്ക് ഓർമ്മയുണ്ടാവോ? നമ്മുടെ അച്ഛന്റെ സ്കൂളില് മലയാളം പഠിപ്പിക്കാമെന്നൊരു ശങ്കരൻ മാഷിനെ ഓർക്കുന്നുണ്ടോ അമ്മ? ഉവ്വ്. ആ മാഷിനൊരു മോളുണ്ടായിരുന്നില്ലേ അമ്മേ? വെളുത്ത് മെലിഞ്ഞു കൊലുന്നനെ, നല്ല നീളം മുടിയൊക്കെ ആയിട്ട്. എന്താ കുട്ടിയുടെ പേര്? ആ, ഇന്ദിര. ആ, അമ്മ എന്നെ ആദ്യമായിട്ട് എന്തിനാണ് തല്ലിയത്? അവൾക്ക് ഞാൻ പ്രേമലേഖനം കൊടുത്തതിന്റെ പേരിലല്ലേ? അവളായിരുന്നു ആ കാറില്. അതിന് അല്ല, അതിപ്പോ ഇങ്ങനെ പെണ്ണന്വേഷിച്ച് നടന്നിട്ട് അതൊട്ട് നടന്നുമില്ല. അതിന്റെ പേരിൽ എല്ലാരെയും സങ്കടപ്പെടുത്തി ഇറങ്ങുകയും ചെയ്തു. അപ്പൊ പാതി വഴിക്ക് കൺമുമ്പിൽ വന്ന് പെട്ടപ്പോ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു നിമിത്തമായി തോന്നി. അതുകൊണ്ടൊന്ന് പറയാ വിട്ടതാ, അന്വേഷിക്കാലോ എന്ന് കരുതി. പറയാനൊരു കാരണമുണ്ടല്ലോ, പഴയ പ്രേമലേഖനം. ഈശ്വര, അതിന്റെ പുറകെ പോവുക. ഇതെന്താ എന്റെ കുട്ടിക്ക് പറ്റിയത്? 4-5 വയസ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളു നീയും അവളായിട്ട്. നല്ല പ്രായത്തിൽ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എത്ര മക്കൾ ഉണ്ടാവൂടാ അവക്ക്. എല്ലാരും നിന്നെ പോലെ ആവോ? അത് ശരിയാ. ആ വെപ്രാളത്തിനിടയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ആലോചിച്ചില്ല. എല്ലാവരും നമ്മളെ പോലെ ആവില്ലല്ലോ. അത് പോട്ടെ, ഇതിപ്പോ പണ്ടാരാണ്ടോ പറഞ്ഞ പോലെ പോക്കും മുടങ്ങി മാനോ കിട്ടി ചോറും കൊണ്ടില്ല. അങ്ങനെ പണ്ടാരും പറഞ്ഞിട്ടില്ല. ഇല്ല ഇല്ല. ഇല്ല. വാ, ആഹാ. വന്ന് ഇങ്ങട്. എല്ലാം റെഡിയല്ലേ? ഞങ്ങൾ എപ്പോഴേ റെഡി. അപ്പൊ നേരെ കളക്ടറേറ്റിലേക്ക്. അതെ, ഈ യുവജന നേതൃത്വത്തിന്റെ കരുത്ത് എന്താണെന്ന് ഇന്ന് കേരളം കണ്ടറിയും. നമ്മൾ കൊണ്ടറിയോന്ന എന്റെ പേടി. മനസ്സിലായില്ല? അല്ല, ലാത്തി ചാർജ് എങ്ങാനും നടന്നാൽ ഒരു ചുക്കും സംഭവിക്കില്ല. നമ്മൾ ദണ്ഡിയാത്രയൊന്നല്ലോ പ്ലാൻ ചെയ്യുന്നത് മുൻനിരയിൽ നിൽക്കാൻ. നമ്മൾ പിന്നിൽ നിൽക്കുന്നു, അണികളെ മുന്നേറ്റുന്നു. അല്ല, ഇപ്പൊ നേതാക്കന്മാരെ തിരഞ്ഞുപിടിച്ച് തരണ കാലാണേ. പേടിപ്പിച്ച് ആവേശം കളയാതെ കമോൺ. ഇതെന്ത് പറ്റി? മോർണിംഗ് വാക്ക് ബുള്ളറ്റിലാക്കി. ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആ പാതി വഴിക്കേണ്ട മാമ്പഴക്കാലത്തിലേക്കുള്ള ഒരു അന്വേഷണം ആയിരിക്കും.
ആണെങ്കിൽ അല്ല രണ്ടും കൂടി ഒരുമിച്ച് ഒരു ഒറ്റ പന്തലിൽ വെച്ച് ആകാമായിരുന്നു. നമ്മുടെ പട്ടാളക്കാരെ ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു സൂചന കിട്ടി, അതുകൊണ്ട് പറഞ്ഞ. അത് പേടിച്ചിട്ടാവും വിത്ത് കോറാസ്. ഈ ഇറക്കം കളക്ടറേറ്റിലേക്കാ. കണ്ടാത്തോന്നും സെക്രട്ടേറിയറ്റിലേക്കാണ്. സെക്രട്ടേറിയറ്റിലേക്കുള്ള ചവിട്ടുപടിയാണ് ഈ കളക്ടറേറ്റ് മാർച്ച്. പോലീസുകാരെല്ലാം കൂടി ഈ ശരീരത്തെ ചവിട്ടി പഠിക്കാതെ നോക്കണേ അനിയ. എന്നാലേ ഏട്ടൻ നോക്കിക്കോ, ഇന്ന് രണ്ടിലൊന്ന് നടക്കും. എടാ ഈ 1ഉം 2ഉം നടത്താൻ നീ എന്തിനാ കളക്ടറേറ്റ് പഠിക്കാൻ പോകുന്നത്? ഇവിടെ നല്ല യൂറോപ്യൻ ക്ലോസറ്റ് ഇല്ലേ? ആ വിട്ടോ, മാർച്ച് വൈകിക്കണ്ട, ഏപ്രിൽ മെയ് ഒക്കെ കയറി വരും. പിന്നെ ഏട്ടൻ്റെ ഒരു ഗസ്റ്റ് ഉണ്ടാകത്ത്. ഗസ്റ്റോ? ഒരു ഗൾഫുകാരൻ സുഹൃത്ത്. എടാ നമ്മുടെ സുലൈമാനല്ലേ, അവൻ ഇപ്പോഴും നിനക്ക് ഗസ്റ്റാ? അത് ഗോസ്റ്റ്, ഇത് ഗസ്റ്റ്. അതായത് അല്ല ഇവിടെ പറഞ്ഞ ജോസോ. 6 മാസം കഴിഞ്ഞ ലീവ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നീ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അപ്പന് പ്രഷർ കൂടി ബാത്റൂമിൽ തലച്ചിട്ട് വീണു. ഉടനെ വരണമെന്നും പറഞ്ഞ് ഫോണിൽ കൂട്ടക്കരച്ചില്. പിന്നെ നമുക്കൊക്കെ ഇവിടുന്ന് അങ്ങോട്ടാണല്ലോ അറിയിപ്പുണ്ടാവും. ലഗേജ് ഒക്കെ ഇതേ ഉള്ളൂ. അത് പിന്നെ വീട്ടുകാർക്ക് ഇവിടുന്ന് വാങ്ങിച്ചാലും അവിടുന്ന് വാങ്ങിച്ചാലും ഒരുപോലെ അല്ലേ. നാട്ടില് ഗൾഫ് ബസാറുകൾ മുഴത്തിനല്ല ചന്ദ്രേട്ടാ. ഇതിപ്പോ എവിടെന്നാ വാങ്ങിച്ചത്? പെട്ടെന്നുള്ള വരവായതുകൊണ്ട് ചന്ദ്രേട്ടനെ കണ്ടിട്ടങ്ങ് പോവാന്ന് വിചാരിച്ചു. നീ ഇരിക്കേ. ചന്ദ്രേട്ടാ, അവിടെ ഒരു വിശേഷം ഉണ്ടായിരുന്നു. എന്താടാ? ഒരു അറബിച്ച് കല്യാണം. നമ്മുടെ മലപ്പുറത്ത് ഹൈദരാലി ഇല്ലേ, നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കണേ, അവൻ ഒരു അറബിയുടെ ഭാര്യ അടിച്ചു മാറ്റി മലേഷ്യക്ക് പറഞ്ഞെന്ന്. പണ്ട് അറബികൾ ഒരുപാട് ബീവിമാരെ ഇവിടുന്ന് അങ്ങോട്ട് അടിച്ചു മാറ്റിയതല്ലേ? വിതച്ചത് കൊയ്യട്ടടാ. കൊയ്യട്ടെ, തിരിച്ചു ചെന്നിട്ട് വേണമെന്ന് മലേഷ്യക്ക് പറക്കാൻ. ജോസേ, എൻ്റെ ഒരു യോഗേ, ഗൾഫിൽ നിന്ന് വരുമ്പോഴും കടം വാങ്ങിച്ചിട്ട് വേണം വീട്ടിൽ പോകാൻ. കാലം ഒരുപാടായി കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്. എന്നിട്ടിപ്പോഴും എടാ എല്ലാവരുടെയും കഷ്ടപ്പാട് കണ്ട് ഈ സാധനം വീതിച്ചു കൊടുക്കാൻ ഈശ്വരന് സമയമില്ലാത്തതുകൊണ്ടാവും ചിലരുടെ കയ്യിൽ ഇത് ഏൽപ്പിച്ചിരിക്കുന്ന. അങ്ങനെ കണ്ടാ മതി. മതിയായില്ലെങ്കിൽ വിളിച്ചോ, ഇവന്റെ അടുത്ത് കൊടുത്തു വിടാം. ഉച്ചഭക്ഷണം കഴിച്ചിട്ട് പോകാൻ നിർബന്ധിക്കുന്നില്ല. വീട്ടിലെല്ലാരും കാത്തിരിക്കായിരിക്കുന്നില്ല. ചെല്ലേ. പോട്ടടാ. എനിക്ക് അവനോടുള്ള കടപ്പാടിന് മുമ്പിൽ കടമെന്ന് അവൻ പറഞ്ഞ ആ വാക്കാണ്